ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാധാ ചെയ്യുന്ന ഒരു ടീസർ റിയാക്ഷൻ തന്നെ ചെയ്യുന്നത്. പക്ഷേ അത് പുതുതായി ഇറങ്ങുന്ന ഒരു പടത്തിൻ്റെ അല്ല, ബാഹുബലിയുടെ തന്നെ ദ എപ്പിക് എന്ന് പറയുന്നത്. അതിൽ ഞാൻ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടായിരുന്നു. ബാഹുബലി ദ എപ്പിക് എന്ന പേര് കണ്ടപ്പോൾ തന്നെ ഞാൻ കരുതിയത് ബാഹുബലി 3 വല്ലതും ഇറങ്ങുന്നതിൻ്റെ വല്ലതും ആണോ, അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് വല്ലതും ആണോ എന്ന് ഞാൻ കരുതി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ അത് ഒന്നും കൂടെ റീ റിലീസ് ചെയ്യാണ്. അത് 1ഉം 2ഉം കൂടെ മിക്സ് ആക്കിക്കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ടൊന്ന് റീ റിലീസ് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് ടീസർ ഒന്ന് കണ്ടിട്ട് വരാം. No feelings, one day. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടീസർ എന്തായാലും നിങ്ങൾ കണ്ടല്ലോ. ജസ്റ്റ് ആ 2 ഫിലിമും കൂടെ അവർ ഒന്നും കൂടി റീമാസ്റ്റേർഡ് ആൻഡ് റീകട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഒന്നും കൂടി അത് കട്ട് ചെയ്ത് കുറച്ചുകൂടെ പെർഫെക്ഷനിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് ക്വാളിറ്റി, അതിൻ്റെ എന്താ സൗണ്ട് ക്വാളിറ്റികൾ, കാര്യങ്ങൾ അത് കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടാലേ കറക്റ്റായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഐമാക്സിലാണ് വീഡിയോ ഇറങ്ങുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 31 വേൾഡ് വൈഡ് ആണ് റിലീസ്. നമുക്കറിയാം ബാഹുബലിയുടെ തന്നെ നല്ല ഫസ്റ്റും സെക്കൻഡും, ദ ബിഗിനിങ് ആണെങ്കിലും ദ എൻഡ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ഞാൻ രണ്ടും തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. അതേപോലെ തന്നെ എന്തായാലും നിങ്ങളും പോയി കാണുക. വിഷ്വൽ എബിലിറ്റി അടിപൊളിയായിരിക്കും. ഒക്ടോബർ 31 വേൾഡ് വൈഡ് റിലീസാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. കുറച്ചുകൂടെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നും കൂടി പോയെന്ന് കണ്ടാൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ നമുക്കത് കിട്ടും. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, എന്നാൽ പുതിയൊരു സിനിമയല്ല ഇത്. പുതിയൊരു സിനിമയല്ല, അതും പ്രതീക്ഷിച്ചാലും പോകരുത്. 3rd പാർട്ടോ അതൊന്നും അല്ല. നമ്മൾ ജസ്റ്റ് 1ഉം 2ഉം കൂടി അവർ ജസ്റ്റ് ഒന്ന് വീണ്ടും രണ്ടും കൂടെ മിക്സ് ആക്കി നല്ല രീതിയിൽ ഒന്ന് ഇറക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും പുതിയ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി, ഇതുപോലുള്ള കിഡിൽ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ അമർത്തുക. ഒക്ടോബർ 31 റിലീസ്. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യുക, പോയി കാണുക, ആസ്വദിക്കുക.